കുറേ മാസങ്ങളായിട്ട് ഒരുപാട് ആളുകളോട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. സാമ്പത്തികമായിട്ട് വളരെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിച്ചവര്, സമൂഹത്തില് ഉന്നതമായ പദവികൾ വഹിക്കുന്നവര്, അതുപോലെ ലോകപ്രകാരമുള്ള ഒരു വിജയി ആകാനായിട്ടുള്ള എല്ലാവിധ ലക്ഷ്യങ്ങളും, നമ്മുടെ സമൂഹം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാവിധ ലക്ഷ്യങ്ങളും നല്ല രീതിയിൽ സാക്ഷാത്കരിച്ച ആളുകൾ. എന്നാൽ പല ആളുകളും തുറന്ന് സംസാരിച്ചപ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഒരു സന്തോഷമോ സമാധാനമോ ഉണ്ടായിരുന്നില്ല. ഇത് ഒരു കാറ്റഗറി ആളുകൾ. ഇനി അടുത്ത ഒരു കാറ്റഗറി ആളുകൾ എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പറയത്തക്ക വലിയ നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവർ ശരിക്കും അവരുടെ ജീവിതം നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആളുകളെ വീണ്ടും വിശദമായിട്ട് പഠിച്ചപ്പോൾ അതിൽ 5 പ്രധാന തരത്തിലുള്ള ആളുകളെയാണ് ഞാൻ കണ്ടത്. ആദ്യത്തെ കൂട്ടരെന്ന് വെച്ചാൽ പഴയ കാല വേദനകളും ഉള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നവര്. രണ്ടാമത്തെ കൂട്ടര് ഭാവിയെ പറ്റിയുള്ള വല്ലാത്ത ആശങ്കയിൽ ബുദ്ധിമുട്ടുന്ന ആളുകള്. മൂന്നാമത്തെ കൂട്ടരെന്ന് വെച്ചാൽ എന്തൊക്കെയോ നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനും പിടിച്ചടക്കാനും ഒക്കെ ആയിട്ട് വല്ലാതെ കിടന്ന് ഓടുന്ന ആളുകൾ. അതായത് ഒരു വെള്ളത്തിൽ നിന്നും കരയ്ക്ക് പിടിച്ചിട്ട ഒരു മീന്റെ അവസ്ഥ, ജീവിക്കാനായിട്ട് വല്ലാതെ തത്രപ്പാട് വിടുന്ന ആളുകൾ. ഇനി നാലാമത്തെ കൂട്ടരെന്ന് വെച്ചാൽ സ്വന്തം വില എന്താണെന്ന് തെളിയിക്കാനായിട്ട് മറ്റുള്ള ആളുകളെ അമിതമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. ഇനി അഞ്ചാമത്തെ കൂട്ടര് ഈ നാലാമത്തെ കൂട്ടരുടെ ഇരകൾ, അതായത് ഇവരുടെ നിയന്ത്രണത്തിൽപ്പെട്ട് വല്ലാതെ ശ്വാസം മുട്ടി ജീവിതം തന്നെ മടുത്തുപോയ ആളുകൾ. ഈ അനുഭവങ്ങളെല്ലാം ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഭൂരിപക്ഷം ആളുകളും യഥാർത്ഥത്തിൽ ജീവിതം ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെയൊക്കെയോ ഓരോ ദിവസവും തട്ടിമുട്ടി തള്ളി നീക്കി കൊണ്ടുപോകുന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നില്ല. ഈ പറഞ്ഞ 5 തരത്തിലുള്ള ആളുകളിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ കാലം നമുക്ക് ഒന്നും പോയി മാറ്റാൻ പറ്റില്ല. ഈ കഴിഞ്ഞ നിമിഷം പോലും ഒന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇനിയുള്ള കാലം നമ്മുടെ കയ്യിലുള്ളതാണ്. അതെങ്ങനെ ജീവിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മുൻപിൽ ശരിക്കും പറഞ്ഞാൽ 2 ചോയ്സുകളുണ്ട്. ഒന്നുകിൽ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് വീണ്ടും നമ്മുടെ ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞ് ഇങ്ങനെ തന്നെ ജീവിച്ചു പോകാം. അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും അതിനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാം. ഇനി മുതലുള്ള എന്റെ വീഡിയോകളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. അതായത് ഒരു മോട്ടിവേഷൻ എന്നതിനപ്പുറം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെയും ജീവിത സത്യങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങൾ, നൂറുകണക്കിന് അനുഭവങ്ങളിൽ നിന്നും ഞാൻ പഠിച്ച കാര്യങ്ങൾ. അനുഭവമാണ് ഗുരു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സുകളിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കുന്നതിനൊക്കെ അപ്പുറം ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് അനുഭവങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ വളരെയധികം തിരിച്ചറിവുകളാണ് എനിക്ക് ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചത്. അപ്പോൾ അതൊക്കെ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ ജീവിതം, ഇനിയുള്ള ജീവിതം നമുക്ക് ഏറ്റവും മനോഹരമാക്കി തീർക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ഇനിയും പുതിയ വീഡിയോകളായിട്ടും കോഴ്സുകളായിട്ടും വർക്ക്ഷോപ്പുകളായിട്ടും ഒക്കെ ഞാൻ വരുന്നതായിരിക്കും. ഇതിനെപ്പറ്റിയുള്ള എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പോ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും സ്വാതന്ത്ര്യത്തോടുകൂടിയും ഒക്കെ ജീവിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.